കണ്ടിട്ട് മണ്ടണ്ട കണ്ടിട്ട് മണ്ടണ്ട കണ്ടിട്ട് 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 മണ്ടണ്ട കണ്ടിട്ട് മണ്ടണ്ട കണ്ടിട്ട് മണ്ടണ്ട കണ്ടിട്ട് 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 മണ്ടണ്ട. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കണ്ടിട്ട് മണ്ടണ്ട യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് എപ്പിസോഡുകൾ ഞങ്ങൾ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഞങ്ങളെ വിളിച്ചിട്ട് ഞങ്ങളിങ്ങനെ വിശ്വസുകൾ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഫ്ലവേഴ്സ് ചാനൽ കോമഡി ഉത്സവം എന്ന പ്രോഗ്രാം. നമ്മളെല്ലാവരും കാണുന്ന ഒരു പ്രോഗ്രാമാണ്. ഒരുപാട് ടാലന്റ് ഉള്ള ഒരുപാട് കലാകാരന്മാരെ ഓരോ ദിവസവും പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഫ്ലവേഴ്സ് ചാനലിലൂടെ ശ്രദ്ധേയനായ കലാഭവൻ മണിച്ചേട്ടന്റെ പാട്ടുകൾ മാത്രം പാടിക്കൊണ്ട് ഇന്ന് മെഗാ ഷോ വേദി കീഴടക്കിക്കൊണ്ടിരിക്കുന്ന പ്രതീഷ് കലാഭവനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഞങ്ങള് പ്രതീഷിനെ തേടി തിരുവമ്പാടിയിലേക്ക് പോവുകയാണ്. അപ്പൊ നമുക്ക് പ്രതീഷുമായിട്ട് ഒരു ചെറിയ കണ്ടുമുട്ടൽ. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. കണ്ടിട്ട് മണ്ടണ്ട യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നേരത്തെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ തിരുവമ്പാടിയിലേക്ക് പോവുകയാണ്. അവിടെയുള്ള അനുഗ്രഹീത കലാകാരൻ പ്രതീഷ് കലാഭവനെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ വേണ്ടി പോവുകയാണ്. ഇതാ ഞങ്ങൾ അവിടുന്ന് പുറപ്പെടുന്ന സമയം മുതൽ മഴയായിരുന്നു. ഇവിടെ എത്തിയപ്പോഴും മഴയാണ്. നല്ല മഴയത്താണ് പ്രതീക്ഷയെ ഞങ്ങൾ വന്നത്. എന്തൊക്കെയുണ്ട് പ്രതീക്ഷൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ കണ്ടിട്ട് മണ്ടണ്ട യൂട്യൂബ് ചാനലിലൂടെ ഞങ്ങൾ അറിയിക്കാൻ വേണ്ടി വന്നതാണ്. എന്തൊക്കെയാണ് പുതിയ പുതിയ വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. എന്താ പറയുക, കൊറോണ ടൈം ആയതുകൊണ്ട് ഇപ്പോൾ ചെറിയ ചെറിയ വർക്കുകളൊക്കെ ചെയ്തിട്ട് അങ്ങനെ പോകുന്നു. പ്രോഗ്രാമുകളൊന്നും നടക്കുന്നില്ല. പിന്നെ ഈ കൊറോണ സമയത്ത് കുറച്ച് പാട്ടുകൾ ചെയ്തു. അതായത് എന്താ പറയുക, കൊറോണയെ കുറിച്ചുള്ള പാട്ടുകൾ. പിന്നെ 1-2 ഷോർട്ട് ഫിലിം ചെറിയ ചെറിയ സാധനങ്ങൾ ചെയ്തു. പിന്നെ കുറച്ച് പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ ചെയ്തു ഒക്കെ ഒന്ന് മൂർച്ചയാക്കി വെച്ചിട്ടുണ്ട്. ഏതായാലും പ്രതീഷിന്റെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയിക്കണം നമ്മുടെ കണ്ടിട്ട് മണ്ടണ്ട യൂട്യൂബ് ചാനലിലൂടെ. അപ്പൊ ആദ്യം നല്ല മണിച്ചേട്ടന്റെ നല്ല ഒരു പാട്ട് പാടിക്കൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. തീർച്ചയായിട്ടും. ചണ്ടിമുണ്ടി ചുള്ളിമുള്ളാണടി ചുട്ടോട് ചുട്ടുള്ള ചാപ്പറമ്പ്, ചാപ്പറമ്പില് ചെമ്മിനുണക്കണ ചീരത്തെ ചീരൂനെ കണ്ടു ഞാൻ. ഇഞ്ഞു നിക്കല്ല ചീറ്റപ്പുലി പോലെ ചന്തം കൊണ്ടാണിപ്പം നോക്കണത്. ആയ കാലത്തും ആവാത്ത കാലത്തും ചാലക്കുടിക്കാരൻ ഞാനാണ്ടി. ചാഞ്ഞു കുത്തി ചരിച്ചിട്ട് കുത്തിയിട്ടും ചത്തില്ല ചാലക്കുടിക്കാരെ. ഒന്നടയുമ്പോ 9 വാതില് തള്ളി തുറക്കണോ ഞാനാണ്ടി. പ്രതീക്ഷ എത്ര വർഷമായി ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത്? ഈ ഫീൽഡിലേക്ക് വന്നിട്ട് ശരിക്കും 18 വർഷമായി. ഈ 18 വർഷം മണിച്ചേട്ടന്റെ പാട്ടുകൾ തന്നെയാണോ പാടുന്നത്? അല്ലല്ല, മണിച്ചേട്ടന്റെ പാട്ടുകൾ മാത്രമല്ല, അന്ന് പെർഫോമർ ആയിരുന്നു. അടിപൊളി പാട്ടുകൾ പാടും, മെലഡി ആയിട്ടുള്ള പാട്ടുകൾ പാടും, ഹിന്ദി പഞ്ചാബി ഗാനങ്ങളൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. അന്നും മണിച്ചേട്ടന്റെ പാട്ടുകൾ പാടുന്നുണ്ട്. പക്ഷെ അന്നൊക്കെ പാടുമ്പോഴും ആ പാട്ടിന് നല്ല കൈയ്യടി കിട്ടാറുണ്ട്. അന്നിങ്ങനെ മണിച്ചേട്ടന്റെ ശബ്ദത്തോട് സാമ്യത അന്ന് പറയുന്നുണ്ട്. ഞാനത് ശ്രദ്ധിക്കലുണ്ട്. എല്ലാ പാട്ടുകളും പാടുന്നുണ്ട്. പിന്നെ ഇപ്പം മണിച്ചേട്ടന്റെ പാട്ടുകൾ മാത്രമായി. അങ്ങനെയാണ് അവസാനം കോമഡി ഉത്സവത്തിലേക്ക് എത്തുന്നത്. അതെ, തീർച്ചയായും. കോമഡി ഉത്സവത്തിലെത്തി. അവിടുന്ന് അങ്ങോട്ടുള്ള നിങ്ങളുടെ പ്രയാണം പിന്നെ എങ്ങനെയായിരുന്നു? അവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് ശരിക്കും ചില സമയത്തൊക്കെ സ്വപ്നം കാണാൻ തോന്നിയിട്ടുണ്ട്. അത് പ്രതീക്ഷ പറഞ്ഞത് വളരെ കറക്റ്റാണ്. കാരണം കോമഡി ഉത്സവത്തിലൂടെ രക്ഷപ്പെട്ട ഒരുപാട് കലാകാരന്മാർ. തീർച്ചയായിട്ടും. ഈ കോമഡി ഉത്സവത്തിന്റെ വേദി എന്ന് പറയുന്നത് തന്നെ ഒരു സ്വപ്നമാണ് ഏതൊരു കലാകാരന്റെ. പക്ഷെ അവിടെ എത്തിപ്പെടാൻ സാധിച്ചത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. പക്ഷെ അവിടെ എത്തിപ്പെടാനുള്ള കാരണക്കാരനും മണിച്ചേട്ടൻ തന്നെയാണ്. ആരാരുമാവാത്ത കാലത്ത് ഞാനന്ന് വോട്ടി നടന്നു വണ്ടി. എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. 100ന്റെ നോട്ടിന് രാപ്പകലില്ലാതെ നെട്ടോട്ടം ഓടിടുമ്പോൾ ഇക്കർ വലിച്ചെന്റെ കൈ നടുവും തളർത്തിയൊരോട്ടോ വണ്ടി. എന്റെ നിറമ്പോൾ കറുത്തൊരു പാൻറ്റും മുഷിഞ്ഞ ജുബയലക്കി. ഓട്ടോന്റെ ഡിക്കില് വെച്ചത് ഓർത്ത് ഞാൻ എന്നും കരഞ്ഞു പോകും. തേച്ചാലും മായ്ച്ചാലും ജീവചരിത്രം മനസ്സിനുമായുകില്ല. ഈ ചാലക്കുടിക്കാരൻ ചാലക്കുടി നടുവിട്ടെങ്ങും പോവുകില്ല. തേച്ചാലും മായ്ച്ചാലും ജീവചരിത്രം മനസ്സിനുമായുകില്ല. ഈ ചാലക്കുടിക്കാരൻ ചാലക്കുടി നാട് വിട്ടെങ്ങും പോവുകില്ല. ഈ പാട്ടിലുണ്ട് മണിച്ചേട്ടന്റെ എല്ലാം. കാരണം മണിച്ചേട്ടൻ ഒരു ഓട്ടോറിക്ഷ ഓടിച്ചൊരു വ്യക്തിയായിരുന്നു. അങ്ങനെയാണ് മിമിക്രിയിലേക്ക് എത്തുന്നത്. അങ്ങനെയാണ് അദ്ദേഹം ഒരു പാന്റും ഷർട്ടും ഇട്ട കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. രാഷ്ട്രരാജാവ് എന്ന സിനിമയിലെ ഗുണശേഖരൻ എന്ന മന്ത്രി, വിക്കനായിട്ടുള്ള മന്ത്രി കഥാപാത്രം. കമ്മീഷണറെ
നീ രാവണനും രാക്ഷസനും മനുഷ്യനും ഒക്കെ കൂടി ചേർന്ന് കളിക്കുക. നീ കലക്കി. പക്ഷേ 3ാം ക്ലാസ്സിൽ 3 കൊല്ലം തോറ്റ എൻ്റെ തലയുടെ ബുദ്ധി IPS ചരച്ച നിന്റെ തലക്കിലടാ കമ്മീഷണറെ. തേങ്ങാ മോശയാണെന്ന ഗുണശേഖരൻ ഇവിടം വരെ എത്തി. MLA ആയി, മന്ത്രിയായി, കോടീശ്വരനായി. ഒക്കെ എൻ്റെ വാശിയിരുന്നു, പകയിരുന്നു. പണം പണം മാത്രമാണ് എൻ്റെ ഈശ്വരൻ. അതിനുവേണ്ടി ഞാൻ എന്തു ചെയ്യും? ആരെയും കൊല്ലും. നിനക്കൊരു പുല്ലും ചെയ്യാൻ പറ്റില്ല. കാണണോ നിനക്ക് ഗുണശേഖരന്റെ ബുദ്ധി? അടിപൊളി അടിപൊളി. മണിച്ചേട്ടന്റെ പാട്ടുകളൊക്കെ നിങ്ങളെ പോലുള്ള കലാകാരന്മാരാണ് ഇപ്പോൾ വേദികളിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പൊന്നു വിളയുന്ന പാടത്തും നാട്ടില് നാനായിടത്തും നീ പാറിയില്ലേ, പള്ളിക്കൂടത്തിനകമ്പടിയില്ലാതെ പുന്നാരപ്പാട്ട് നീ പാടിയില്ലേ. മിന്നുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണ് ഈ തിടുക്കം? നീ തനിച്ചല്ലേ തേടിയാവില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ. മിന്നുങ്ങേ. അല്ലാതെ മനസ്സിൽ തട്ടിയ മണിച്ചേട്ടന്റെ ഒരുപാട് പാട്ടുകളിൽ ഒരു പാട്ടാണ് ഈ പാട്ട്. നമുക്ക് ബെൻ ജോൺസൺ എന്ന സിനിമയില് അദ്ദേഹത്തിന്റെ ആ പോലീസ് കഥാപാത്രം ആയിട്ടുള്ള ആ ഒരു സിനിമയിലെ ഡയലോഗ് അടിപൊളി. ഫ്രണ്ടിലിരിക്കണ മസിലേട്ടന്മാര് തെറ്റിദ്ധരിക്കരുത്. എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. ഇതെന്ത് ഏർപ്പാട്? പ്രായപൂർത്തിയായ ഒരു പെണ്ണിനെ നടുറോട്ടിൽ വിലങ്ങനെ മലർത്തി കിടത്തി അതിന്റെ മുകളിൽ കൂടെ ജീപ്പ് അടിച്ചിട്ട് കളിക്കേ? ഇതെന്താ ഇത്, ഭാരത് സർക്കസോ അതല്ലെങ്കിൽ പ്രൊഫസർ മുതുകാന്റെ മാജിക്കോ? രണ്ടായാലും സംഗതി കലക്കി. കാണാനൊരു ഹരണ്ട്. കണ്ടില്ലേ കാണികൾ ത്രില്ലടിച്ച് നിക്കണേ. അപ്പോ പ്രതീക്ഷ മണിച്ചേട്ടന്റെ പാട്ടുകൾ പാടുമ്പോ ഇപ്പം കോമഡി ഉത്സവത്തിലെ ആ വേദിയിൽ നിന്ന് പ്രതീക്ഷന് കിട്ടിയ അനുഭൂതി എന്തായിരുന്നു? അനുഭൂതി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കരച്ചിൽ വന്നൊരു സമയമാണ്. കാരണം മണിച്ചേട്ടന്റെ 2ാം ചരമവാർഷികത്തിലാണ് ആദ്യമായിട്ട് കോമഡി ഉത്സവത്തിന്റെ വേദിയിൽ എത്തുന്നത്. മണിച്ചേട്ടന്റെ 6 അപരന്മാരിൽ ഒരാള് ഫിഗറില്ലാത്ത ഞാനായിരുന്നു. ബാക്കിയൊക്കെ ഫിഗറായിരുന്നു. നമ്മുടെ ശബ്ദം കൊണ്ടും അവരൊക്കെ ഫിഗർ കൊണ്ടും. അന്ന് ടിൻചേട്ടൻ പറഞ്ഞ വാക്കുകൾ ശരിക്കും നമുക്കൊരു പ്രചോദനം തന്നെയാണ്. ഇതിനേട്ടൻ ഒക്കെ ശരിക്കും അവരുടെ വാക്കുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര എനർജിയാണ്. ബിജുക്കുട്ടൻ പറയും ഒന്നും പറയല്ല, കറക്റ്റ്. അതുപോലെ ടിൻചേട്ടന്റെ 2 3 വേദികളിൽ അദ്ദേഹത്തിന്റെ കൂടെ പ്രോഗ്രാം ചെയ്യാനും സാധിച്ചു. ചലക്കുടി ചന്തക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീനെ പെണ്ണിന്റെ കൊട്ടലി നെയ്യുള്ള പിടക്കണ മീനാണേ. മീനും കൊണ്ടഞ്ചറുവട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ. മീനും കൊണ്ടഞ്ചറുവട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ. നേരം പോയി മീനും ചിഞ്ഞേ അന്നത്തെ കച്ചവടം വെള്ളത്തിലായി. നേരം പോയി മീനും ചിഞ്ഞേ അന്നത്തെ കച്ചവടം വെള്ളത്തിലായി. ചലക്കുടി ചന്തക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ഡയലോഗ് പ്രതീക്ഷ സാറേ കലക്കുണ്ട്, നന്നായിണ്ട്. ഈ കളിയില് പോലീസുകാര് തോറ്റതായിരുന്നു. സാറ് ഫോർവേഡ് കയറി കളിച്ചോണ്ടാ ഒരു സങ്കടമുണ്ട്. പറയട്ടെ, ശരി പെങ്ങളൂട്ടിയുള്ളത് വീട്ടിലൊറ്റയ്ക്ക. അത് പരുന്തിങ്കാൽമ പോണ്ട നോക്കാൻ കഴിയുമോ സാറിന്? കഴിയണം. എങ്ങനെ മരിച്ചത്? മലവെള്ളം കുത്തിയൊലിക്കണ പുഴ ഒറ്റയ്ക്ക് നീന്തി കിടക്കണ കുട്ടിയോള്. കോമഡി ഉത്സവം കഴിഞ്ഞിട്ട് പിന്നെ പുറത്തേക്ക് വന്ന സമയത്ത് പ്രേക്ഷകരുടെ, നാട്ടുകാരുടെ, കൂട്ടുകാരുടെ ഒക്കെ അഭിപ്രായങ്ങൾ എന്തായിരുന്നു? അഭിപ്രായങ്ങളൊക്കെ കേട്ടിട്ട് ഒരു രക്ഷയില്ലായിരുന്നു. സത്യം പറഞ്ഞ അന്ന് ശരിക്കും കോമഡി ഉത്സവത്തിൽ വന്നതിന് ശേഷമാണ് മണിച്ചേട്ടന്റെ ശബ്ദം എന്റെ തൊണ്ടയിൽ ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കി. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെന്ന് എൻ്റെ പൊന്നാരെ മാമ്പഴമാകട്ടെന്ന്. വടുമാങ്ക വൈതനിലെ ഉണ്ണി നാം பார்த்தപ്പോൾ മാമ്പഴമാകട്ടെന്ന്. അടികണ്ണമ്മ മാമ്പഴമാകട്ടെന്ന്. कच्चाम के आयु में मैंने तूने देखा तो पक्का वो होने लगा मेरे प्यारी, पक्का वो होने लगा. ഈ നന്ദിനികളുടെ കാര്യം പറഞ്ഞാൽ നല്ല രസാ. സങ്കടം വന്നാലും ചിരിക്കും, ദേഷ്യം വന്നാലും ചിരിക്കും. ചാവൂല. കുട്ടൻ ചത്ത കൊച്ചു മുതലാളി പറഞ്ഞ പോലെ
തന്തിരിക്കുട്ടി ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത തെണ്ടിയായി പോകില്ല. ഓക്കെ, അപ്പോൾ താങ്ക് യു പ്രതീഷ്. വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾ വിളിച്ചപ്പോൾ തന്നെ വന്ന് നിങ്ങളോട് സഹകരിച്ചതിനുള്ള എല്ലാ നന്ദിയും കടപ്പാട് അറിയിക്കുകയാണ്. ഇതുപോലുള്ള ഒരുപാട് കലാകാരന്മാരെ ഇനിയും കണ്ടിട്ട് മണ്ണണ്ട എന്ന യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പരിചയപ്പെടുത്തി. ഇവിടെ നല്ല മഴയാണ്. ഞങ്ങൾ വന്ന സമയം മുതൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഞങ്ങളോടൊപ്പം കൂടുക. അടുത്ത എപ്പിസോഡുമായി കാണാം.